ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ഏത് പാറ്റേൺ ആയാലും ഒന്നാമത് UDF ആണല്ലോ, അതുമാത്രമാണ് ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. ബാക്കി രണ്ടും മൂന്നും തമ്മിൽ അവർ മത്സരിച്ചോട്ടെ. ഏത് പാറ്റേണിലാണേലും ഈ രണ്ട് നിങ്ങളയക്കോ മൂന്ന് ഞങ്ങളയക്കോ രണ്ടും മൂന്നും നിങ്ങളയക്കോ ഇതൊന്നും ഇവിടെ വിഷയമല്ല. തെരഞ്ഞെടുപ്പ് അങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രമേശ് പിഷാരടി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ പാലക്കാട്ടെ വെയിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ബാധിക്കുന്നില്ല. കാരണം എല്ലാവരും ഇത് വലിയൊരു ഉത്തരവാദിത്വവും ആവേശവുമായി ഏറ്റെടുത്തുകൊണ്ട് ഒപ്പം കൂടിയിരിക്കുകയാണ്, ഒപ്പം നിൽക്കുകയാണ്. വേറെ പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഇവിടെ വർക്ക് ചെയ്ത് പരിചയമുള്ള ഈ കോട്ട ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം നിലകൊള്ളുന്നൊരു വലിയ ടീം ഒപ്പം ഉള്ളതൊരു വലിയ സഹായമാണ്. അപ്പോൾ അവരുടെ ആവേശം കാണുമ്പോൾ നമുക്ക് വെയിലൊന്നും കാണാനുള്ള സമയമില്ല. അതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് മറക്കുകയാണ്, ചൂട് അറിയുന്നില്ല, അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കളം പിടിച്ച് വരുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KC വേണുഗോപാലൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം പാലക്കാട് മണ്ഡലത്തിൽ BJP LDFിൻ്റെ ഒരു വലിയ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അത് നമ്മളിനി എടുത്തു പറയുകയോ അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള നേതാക്കൾ പറയുകയോ ഒന്നും വേണ്ട. സാധാരണ ജനങ്ങൾ വെറുതെ ഒന്ന് ഇതിൻ്റെ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു മണ്ഡലം വെച്ചല്ല, ടോട്ടൽ ജില്ലകളുടെയൊക്കെ നിയോജകമണ്ഡലിൻ്റെ പാറ്റേൺ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടാണ് ഡീല്, ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾ സംവേദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണഫലങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് സത്യത്തിൽ നമ്മളാരും പറയണ്ട. നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ തന്നെ നല്ല അനുഭാവികളോട്, നല്ല ഇടതുപക്ഷക്കാരോട് ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് തന്നെ അവർക്ക് തന്നെ അതിലൊരു വലിയ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ഇടതുപക്ഷത്തുനിന്ന് ഈ ഡീലുള്ളത് കൊണ്ട് നിങ്ങൾക്കത് ഗുണകരമായി വോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഡീലോ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടെന്നും അല്ലല്ലോ. വോട്ട് ജനങ്ങളാണ് നിശ്ചയിക്കുന്നത്. അല്ല പഴയ കാലത്തെ പോലെ നമ്മളെന്തെങ്കിലും ഡീല് പറയൽ കാര്യങ്ങളിലൊന്നുമല്ല. ജനങ്ങളും അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കൊരു വലിയ ഭരണവിരുദ്ധ വികാരം നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ കുറേ അധികം നാളുകളായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ LDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഒന്നാം സ്ഥാനത്ത്, രണ്ടാമത് LDF, പിന്നെയാണ് BJP. അതേ ഒരു പാറ്റേൺ ഇവിടെ ആവർത്തിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ അല്ല. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ഏത് പാറ്റേൺ ആയാലും ഒന്നാമത് UDF ആണല്ലോ, അതുമാത്രമാണ് ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. ബാക്കി രണ്ടും മൂന്നും തമ്മിൽ അവർ മത്സരിച്ചോട്ടെ. ഏത് പാറ്റേണിലാണേലും ഈ രണ്ട് നിങ്ങളയക്കോ മൂന്ന് ഞങ്ങളയക്കോ രണ്ടും മൂന്നും നിങ്ങളയക്കോ ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഒന്നാം സ്ഥാനം നമുക്കാണല്ലോ, അത് അങ്ങനെ തന്നെ ഇരിക്കും. ഈ നാമനിർദ്ദേശ പത്രിക പരിശോധിച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയത് വാഹനങ്ങളൊന്നും പിഷാരയുടെ പേരിലില്ല. എൻ്റെ പേരിലില്ല, വാഹനങ്ങളില്ല. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി എൻ്റെ കമ്പനിയുടെ പേരിലുള്ളതാണ്, അതുകൊണ്ടാണ്. അതല്ല, എനിക്ക് വണ്ടികളുണ്ടായിരുന്നു പലരും. ഇപ്പോൾ കുറച്ച് നാളുകൾ മുമ്പ് കമ്പനി തുടങ്ങിയപ്പോൾ കമ്പനിയിലാണ് വണ്ടിയുള്ളതെന്നുള്ള. എൻ്റെ വണ്ടി കമ്പനിയുടെ പേരിലാണ്. അതുകൊണ്ടാണ് വാഹനങ്ങൾ പേരിലില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പേരിലില്ലെന്ന, എനിക്ക് വണ്ടിയില്ലെന്നല്ല. വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ വണ്ടി ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങനെ ഒരു വലിയ ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ഒന്നുമല്ല. ഒരു പണ്ട് തൊട്ടേ അല്ലാതെ ഇരിക്കാൻ ഭയങ്കര ക്രൈസുള്ള അങ്ങനെ പലതരം വണ്ടികളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ വണ്ടി എന്നുള്ളതിനപ്പുറം ഒരു അങ്ങനെ എന്തൂസിയാസ്റ്റ് അല്ല അതിൻ്റെ പേരിലുള്ള. ഇന്നലെ ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ മമ്മൂക്ക വീഡിയോ കോളിൽ വിളിച്ചത് മമ്മൂക്ക എവിടെ എത്തിക്കുന്നൊക്കെ പറഞ്ഞതൊക്കെ വലിയ തോതിൽ LDF ഒക്കെ പ്രചരണം ഇതാക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. അത് അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. വേറെ കുറ്റങ്ങളൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് ജനങ്ങൾ നമ്മളോട് ചോദിച്ചൊരു കാര്യത്തിന് ഉത്തരം പറഞ്ഞു എന്നല്ലോ, പല തവണ പറഞ്ഞു. അത് കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ തുടങ്ങിയ ദിവസം തൊട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുമല്ലേ. അതെ, എന്തായാലും കാര്യങ്ങളിലേക്ക് ബാക്കി ക്യാമറമാനോടൊപ്പം അതൊക്കെ പറഞ്ഞ് തകർക്ക് നമുക്ക് പോവാം. എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് UDF ക്യാമ്പ് ഈ പ്രചരണം നടത്തുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.